ഹായ്, ഇന്ന് ഞങ്ങളുടെ കുതിരേമുഖ് നാഷണൽ പാർക്കിലെ ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ട്രക്ക് ചെയ്ത് പോകുന്നത് ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം, അതായത് കുതിരേമുഖ് പീക്കിലേക്കാണ്. ഏകദേശം 6207 അടി ഉയരമാണ് ഈ പീക്കിനുള്ളത്. അതേപോലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് കുതിരേമുഖ് നാഷണൽ പാർക്ക്. പിന്നെ അതായത് കർണാടകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ വലിയ കൊടുമുടിയാണ് കുതിരേമുഖ് പീക്ക് എന്ന് പറയുന്നത്. ഏകദേശം 11 കിലോമീറ്ററുകൾ ട്രക്ക് ചെയ്ത് വേണം നമ്മൾ ഈ പീക്കിൻ്റെ മുകളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ദൂരെ ആ പുൽമേടുകളിൽ വെയിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ടോ? അതിങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നടന്ന് കയറും. അങ്ങ് ദൂരെയായിട്ട് കുതിരേമുഖ് പീക്ക് കാണാം. ഇപ്പോൾ ഒരു കുതിരയുടെ മുഖം പോലെയാണ് ആ ഒരു ഭാഗം ദൂരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പീക്കിന് കുതിരേമുഖ് പീക്കെന്ന് പേര് കിട്ടിയത്. ഇപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിലാണ് കുതിരേമുഖ് പീക്ക്. കാണാൻ പറ്റുന്നില്ലേ? കൃത്യം നടുക്ക് ആ ഒരു ഉയർന്നു നിൽക്കുന്ന ഭാഗം. കുറേ സമയം നല്ല ഡെൻസായിട്ടുള്ള കാട്ടിക്കൂടെയായിരുന്നു ഞങ്ങൾ നടന്നു വന്നുകൊണ്ടിരുന്നത്. നല്ല ഇരുട്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് വെയിലത്തേക്ക് എത്തി. ഇതേ മൊത്തം ഉയരം കൂടിയ പുൽമേടുകളും. ഇത് ശരിക്കും നമ്മൾ നേരിട്ട് വന്ന് കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചയാണ്. ചെറുതും വലുതുമായിട്ടുള്ള കുറേ അരുവികൾ ഞങ്ങൾ ക്രോസ് ചെയ്തു. ഇത് വേറൊരെണ്ണം കണ്ടോ? വെള്ളം കുറവായത് കാരണമാണ് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. മഴക്കാലം കഴിഞ്ഞ ഉടനെയാണെങ്കിൽ പ്രയാസമാണ്. ഇതിന് കുറച്ച് ദൂരം നമ്മൾ ഈ അരുവിയുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ കല്ല് ഉയർത്തി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചവിട്ടി നമ്മളങ്ങ് പോയാൽ മതി. ഓരോ മിനിറ്റ് കഴിയുന്തോറും ഞങ്ങൾ ആ മലയുടെ അടുത്തെത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ. കുത്തനെയുള്ള ഒരു കയറ്റം കയറി ഞാൻ കുറേ മുകളിലെത്തി. എൻ്റെ ഫ്രണ്ട്സ് കയറി വരുന്നുണ്ടോ? അത്രയും താഴെ നിന്നാണ് ഞങ്ങൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റുമുള്ള മലകളുടെ കാഴ്ച. കയറ്റം പിന്നെയും മുന്നോട്ടുണ്ട് കുറേ ദൂരം കൂടെ. പൊടിമണ്ണാണ്, അത് കാരണം നന്നായിട്ട് തെന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു വ്യൂ അതിസുന്ദരമാണ് കേട്ടോ. പുൽമേടുകളാണ് മൊത്തം, മൊട്ടക്കുന്നുകൾ. പിന്നെ രാവിലത്തെ വെയിലിൽ ഒരു പ്രത്യേക ഭംഗിയാണിത് കാണാൻ. കണ്ടോ, ഇങ്ങോട്ടെല്ലാം ഉയരം കൂടിയ മലകളാണ്. പിന്നെ ദേ കാണുന്നുണ്ടോ ഒരു ഉയരം കൂടിയ കൊടുമുടി, അതാണ് നേത്രാവതി പീക്ക്. അവിടെ പോകാനായിട്ടും ട്രക്കിംഗ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ അവസരത്തിൽ അങ്ങോട്ട് പോകുന്നില്ല. ഇനി അടുത്ത തവണ വരുമ്പോൾ അങ്ങോട്ട് പോകണം. കുതിരേമുഖ് എന്നത് ഒരു നാഷണൽ പാർക്കായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നതെങ്കിലും ഈ സ്ഥലം നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് അയിര് സംസ്കരണ ഫാക്ടറിയുടെ പേരിലായിരുന്നു. അന്ന് ഇവിടെ ഒരു ടൗൺഷിപ്പ്, ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് ഈ ഒരു പ്രദേശത്തിൻ്റെ ജൈവ വൈവിധ്യമൊക്കെ മനസ്സിലാക്കി ഏകദേശം 20 വർഷങ്ങൾക്ക് മുന്നേ ഇതൊരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. അത് കാരണമാണ് നമുക്ക് ഈ മലകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതിനു മുന്നേ ആ ഒരു ഫാക്ടറി ഈ ഒരു ഭാഗമൊക്കെ ഇടിച്ച് നിരത്തുമായിരുന്നു. കണ്ടില്ല, അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ മനുഷ്യർക്ക് അതൊന്നും കാണാനുള്ള മനസ്സില്ല. അവർ കച്ചവട കണ്ണോടുകൂടി മാത്രമേ ഓരോ വസ്തുക്കളെയും നോക്കിക്കാണൂ. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു കുതിരേമുഖ്. നേത്രാവതി, ഭദ്ര, തുംഗ, പിന്നെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ സീത, അങ്ങനെ കുറേ നദികളുടെ ഉത്ഭവ സ്ഥാനം കൂടിയാണ് ഈ ഒരു കുതിരേമുഖ് നാഷണൽ പാർക്ക്. കുറച്ച് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. കണ്ണെത്താ ദൂരത്തോളം പുൽമേടുകളാണ്, മൊട്ടക്കുന്നുകൾ. ഈ ഭാഗത്ത് കുറച്ച് ഷോള ഫോറസ്റ്റ് ഉണ്ട്.
ഇത് അവിടെ ദൂരെയായിട്ടൊരു വെള്ളച്ചാട്ടം കാണാൻ വരുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ അത് കിട്ടില്ല. ഇനി ഇത് ഇങ്ങോട്ടാണ് കയറിപ്പോവേണ്ട, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. നമ്മൾ ഇന്നലെ കയറിപ്പോയ മലയുണ്ടല്ലോ നരസിംഹപർവ്വത, അവിടെ കുറച്ച് തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ കാറ്റൊന്നുമില്ല, പൊള്ളുന്ന വെയിലാണ്. ഈ ഒരു അരുവി ക്രോസ് ചെയ്താണ് നമുക്കിനി മുന്നോട്ട് നടക്കേണ്ടത്. ഇവിടുന്ന് കുത്തനെ താഴേക്കാണ് വെള്ളം ഒഴുകുന്നത്. കുറച്ച് മുന്നേ അപ്പുറത്തെ ഭാഗത്തൂടെ, അതായത് ആ ഭാഗത്തൂടെ ട്രക്ക് ചെയ്ത് വരുമ്പോൾ ഈ വെള്ളം അങ്ങ് താഴോട്ട് ഒഴുകുന്നത് ദൂരെയായിട്ട് കാണാമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ആ കാഴ്ച. ഇതാണ് സോമവതി നദി. അതിൻ്റെ ഉത്ഭവം ഈ മുന്നിൽ കാണുന്ന ഷോലയിൽ നിന്നാണ്. ഷോള ഫോറസ്റ്റ് കണ്ടോ? ദേ കാണുന്നതാണ് കുതിരമുഖ് പീക്ക്. അവിടേക്കാണ് ഇനി നടന്ന് കയറേണ്ടത്. ഏകദേശം ഒരു അരമണിക്കൂർ കൂടെ വേണ്ടി വരുമായിരിക്കും അങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി. കണ്ടോ? ഇവിടെ കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടി ഒരു പൈപ്പൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തുനിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. അതുപോലെ ഇത് എൻ്റെ ബാഗ് ഞാൻ ഇവിടെ തൂക്കിയിട്ടേക്കുന്നു. പിന്നെ ദേ ഈ ഭാഗത്തുനിന്നും വെള്ളം കുറേശ്ശെ ഒഴുകി വരുന്നുണ്ട്. നല്ല തണുപ്പ് നിറഞ്ഞ ഷോളവനാണ് കേട്ടോ അത്. ഞാൻ കുറച്ച് ഇങ്ങോട്ട് കയറി. ദേ ഇവിടെ എല്ലാം ഈർപ്പമാണ്, വെള്ളം. ഏകദേശം 4 മണിക്കൂറുകൾ കൊണ്ട് 11 കിലോമീറ്ററുകൾ നടന്ന് 6207 അടി മുകളിലെത്തി. ഇതാണ് കുതിരമുഖ് പർവ്വതത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം, പീക്ക്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഇതാ ഇവിടുത്തെ ഫോട്ടോ പോയിൻ്റ്. ഇതേ ഉണ്ടോ, സമ്മിറ്റ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ്. താഴ്വരയാ. അവിടെയും നല്ലൊരു സുന്ദരമായ പീക്കുണ്ട് അങ്ങ് താഴെ. പിന്നെ നേത്രാവതി പീക്ക് അങ്ങ് ദൂരെയായിട്ട് കാണാം. നമുക്കിനി പുൽമേട്ടിൽ കൂടെ എത്ര ദൂരം വേണമെങ്കിലും നടന്ന് അങ്ങെല്ലാം പോവാം. പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ ഭാഗത്ത് കണ്ടോ ഷോള ഫോറസ്റ്റ് കാണുന്നത്? എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ? പിന്നെ ഈ വെയിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുത്തനെ ഒരു ഭാഗത്തോട്ട് ഇറങ്ങി വരിക, ഒരു എഡ്ജിലോട്ട്. അതെ, ഇവിടെ നിന്നുള്ള താഴ്വര കാഴ്ച കണ്ടോ? നമുക്കിതൊക്കെ നേരിട്ട് വന്ന് കാണേണ്ടതാണ് ഈ കാഴ്ചകളെല്ലാം. അല്ലാതെ ക്യാമറയിൽ കൂടെ അത്രയും വൈഡൊന്നുമല്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഒന്നും ഒരു ക്യാമറയിലും കിട്ടില്ല. ഞങ്ങളിനി കുതിരമുഖ് പീക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. കയറി വന്നതിൻ്റെ പകുതി സമയം മതിയാവും താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വരാൻ വേണ്ടി നമ്മൾ ഒറ്റയ്ക്കൊക്കെ വരാൻ ശ്രമിച്ചാൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇങ്ങോട്ടേക്കുള്ള വാഹനങ്ങൾ, താമസ സൗകര്യം, പിന്നെ ഇവിടുത്തെ ബുക്കിംഗ്, അങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ട്. വരാൻ പറ്റില്ല എന്ന് വെച്ചാൽ വരാൻ പറ്റും, എക്സ്പെൻസീവാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഈ ട്രെക്കിങ്ങൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് ഒരുപാട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ചേർന്ന് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറച്ചധികം കുറഞ്ഞിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്നൊരു ഗൈഡിനെ കിട്ടി, ഒരു ഉപയോഗമില്ല. അവന് നമ്മളങ്ങോട്ട് പറയണത് മനസ്സിലാവില്ല, അവൻ ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ അതുപോലെ തന്നെ അവന് അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനോ ഒന്നും അറിയില്ല. ജസ്റ്റ് അവർ അവിടെ നിന്ന് പൈസ വാങ്ങി എന്നതിനപ്പുറം അതെ ഒന്നും അറിയില്ല അവന്. അതുപോലെ മലയുടെ മുകളിലോട്ട് ഞങ്ങളാണ് കയറി വന്നത്. അവന് നടക്കാൻ വയ്യ തീരെ. അവൻ ഓരോ സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും പീക്കിൽ അവൻ വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡാണ് ഞങ്ങളുടെ കൂടെ വന്നത്. ഞങ്ങളുടെ കൂടെ എന്നല്ല, എല്ലാവരുടെ ഒപ്പവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓക്കെ എന്നാൽ. അപ്പോൾ ഇനി ഞങ്ങളിവിടുന്ന് മംഗലാപുരം, അതാണ് ഞങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഓക്കെ, മംഗലാപുരം എത്തിയിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക്.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പിന്നെ നല്ല വെയിലാണ് ഇപ്പോൾ ഈ ഒരു സമയം, അതായത് ജനുവരി മാസം. ഓക്കെ, എന്നാൽ പുതിയൊരു ട്രാവൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.